നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. അദാലത്തുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂരിൽ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്ന മുന്തിയ കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് അധികൃതർ. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിതശൈലി തിരിച്ചുപിടിക്കാൻ കഴിയണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. പാലക്കാട് ആയുർവേദ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്. ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ആയുർവേദം ഏറെ ഫലപ്രദമാണെന്നും K. ബിനുമോൾ. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗം. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഓർച്ചാർഡ് നവീകരണത്തിന്റെ DPR തയ്യാറാക്കി വരികയാണെന്ന് MLA. കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുക ലക്ഷ്യം. വാർത്തകൾ വിശദമായി. അദാലത്തുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും. അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി. അദാലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ചയുണ്ടാകരുത്. ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് 86%. ഏറ്റവും കൂടിയത് 99%. പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാവുമെന്നും മന്ത്രി MP രാജേഷ് അറിയിച്ചു. മേളയല്ല, ചട്ടം നിയമം ഇതിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാവുന്ന, ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം. ചട്ടപ്രകാരം വലിയ ലംഘനങ്ങളൊന്നും ഉണ്ടാകും. പക്ഷെ ചട്ടം വ്യാഖ്യാനിച്ചതിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വസ്തുത വേണ്ടത്ര പരിശോധിക്കാത്തതിൻ്റെ പ്രശ്നമാവാം, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുണ്ടായതാവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, നൂലാമാലകളിൽ പെട്ട് കിടക്കുന്നത്. ഇതുവരെയുള്ള അദാലത്തിൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത്, ചില അദാലത്തുകൾ പരിപൂർണ നിയമലംഘനമുള്ള കേസുകൾ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷയായിരുന്നു. ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരം കാണാനാകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തൃശൂർ മേയർ MK വർഗീസ്, MLAമാരായ P. ബാലചന്ദ്രൻ, VR. സുനിൽകുമാർ, NK അക്ബർ, ET ടൈസൺ മാസ്റ്റർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന 4 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. വടക്കാഞ്ചേരി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. രാവിലെ 10:30 വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. കഞ്ചാവ് കടത്തിയ ആളെ കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ടൗണിലും പരിസരത്തും അനധികൃത ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും വ്യാപകമാണെന്നും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം എക്സൈസ് റേഞ്ച് ഓഫീസിനു മുന്നിൽ പ്രക്ഷോഭം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. നവീകരണവുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കി വരികയാണെന്ന് MLA പറഞ്ഞു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുക എന്നതുകൂടിയാണ് പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനായി തുക വകയിരുത്തിയത്. 5 കോടി രൂപയുടെ നവീകരണമാണ് ഓർച്ചാർഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി കൃഷിവകുപ്പ് ഡയറക്ടറെ MLA നേരിൽ കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി മുഹമ്മദ് മുഹസിൻ MLA തിങ്കളാഴ്ച ഓർച്ചാർഡിൽ വെച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നത്. സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കി വരുന്നതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അതിൽ കൃഷി പണ്ടത്തെ പോലെ ഫാമിംഗ് അത്ര നടക്കുന്നില്ല. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് അഡീഷണൽ ഡയറക്ടർ തന്നെ നേരിട്ട് ഇവിടെ വന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് DPR ഫൈനലാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. KLDCയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ KLDCയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 1962കളിലാണ് ഓർച്ചാർഡിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. നിലവിൽ ഫാമും ഇവിടെയുണ്ട്. ഇത് പുനരുജ്ജീവിപ്പിക്കും. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക കൂടിയാണ് ലക്ഷ്യം. കൃഷിക്ക് വേണ്ടി പഠിക്കാൻ വരുന്നവർക്ക് പുതിയ അറിവ് ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനവും ഒരുക്കും. കൂടാതെ ഫ്രൂട്ട്സ്, ഔഷധ സസ്യങ്ങളുടെ സംവിധാനം, ഫാം ടൂറിസം പഠിക്കാനുള്ള സൗകര്യമൊരുക്കാനുള്ള പദ്ധതിയും ഉദ്ദേശിക്കുന്നുണ്ട്. KLDCയെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലി തിരിച്ചുപിടിക്കണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ജില്ലാ ആയുർവേദ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. ബിനുമോൾ. സമൂഹത്തിൽ ഇന്ന് ഏറെ പേരെയും അലട്ടുന്നത് ജീവിതശൈലീ രോഗങ്ങളാണ്. ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ആയുർവേദത്തിന് വലിയ പങ്കുണ്ടെന്ന് K. ബിനുമോൾ ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷണരീതിയിലെ മാറ്റങ്ങൾ, പരിസര ശുചിത്വമില്ലായ്മ എല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജീവിത സമ്പാദ്യത്തിൻ്റെ വലിയ പങ്ക് ചികിത്സാ ചെലവിന് നൽകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ മാറ്റമുണ്ടാകണമെന്നും ബിനുമോൾ പറഞ്ഞു. ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് പരമേശ്വരൻ, പീറ്റർ മാസ്റ്റർ, ഏലിയാമ്മ ടീച്ചർ, ഡോക്ടർ ഹേമ, ജിനേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊമ്പൻ കുരുപ്പത്ത് ശിവശങ്കരൻ ചരിഞ്ഞു. കേച്ചേരിയിലെ കെട്ടുതറയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 54 വയസ്സായിരുന്നു. നീരിലായിരുന്നതിനാൽ കുറച്ചു ദിവസങ്ങളിലായി ശിവശങ്കരൻ കെട്ടുതറയിലായിരുന്നു. കേച്ചേരിയിലെ കെട്ടുതറയിൽ കുഴഞ്ഞു വീണാണ് ആന ചെരിഞ്ഞത്. 54 വയസ്സായിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് ആന പെട്ടെന്ന് കുഴഞ്ഞു വീണത്. 25 വർഷം മുമ്പാണ് ശിവശങ്കരനെ കേച്ചേരി സ്വദേശി സുകുമാരൻ വാങ്ങിയത്. കഴിഞ്ഞ 8 വർഷമായി ശിവശങ്കരൻ്റെ മകൻ ദിലീപാണ് ആനയെ പരിപാലിച്ചു വന്നിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ ഓണം വിപണനമേള തുടങ്ങി. ഷൊർണൂർ ടൗണിൽ ആരംഭിച്ച മേള നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ കീഴിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തവണയും ഓണച്ചന്ത ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ, മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ ചെലവിൽ അവർക്കാവശ്യമായിട്ടുള്ള പച്ചക്കറിയും തുണിയും അതുപോലെ ശർക്കര വരട്ടിയും അച്ചാറ്, വേസ്റ്റ് മുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരു വീട്ടിലേക്ക് ഓണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും കുറഞ്ഞ ചെലവിൽ ഇതിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. ഷൊർണൂർ ടൗണിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ചന്തയുടെ തുടക്കം. കുടുംബശ്രീ സംരംഭങ്ങൾ, സംഘകൃഷി കർഷകർ ഉൾപ്പെടെ 15ഓളം സംരംഭകർ മേളയുടെ ഭാഗമാണ്. സെപ്റ്റംബർ 14 വരെയാണ് ഓണം വിപണന മേള പ്രവർത്തിക്കുക. പൂക്കൾ, ഓണത്തപ്പൻ, മാതേര്, പച്ചക്കറികൾ, തുണിത്തരങ്ങൾ, ഫാൻസി ഉൽപ്പന്നങ്ങൾ, ഓയിലുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, വിവിധതരം അച്ചാറുകൾ, പഴങ്ങൾ തുടങ്ങി
നിരവധി സാധനങ്ങൾ വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ VC സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, കൗൺസിലർ KM ലത, മെമ്പർ സെക്രട്ടറി ലിഷ C ജോർജ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 11ാം വാർഡിലെ തോടുകാട് റോഡ് നാടിന് സമർപ്പിച്ചു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമദാസൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാരായണദാസ്, M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അനിത കലാധരൻ സ്വാഗതവും ബബിത രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഒരു കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നമ്മുടെ തലമുറ ഏറ്റവും പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവമായി ആഘോഷിക്കുന്നതാണ്. ആ സമയമാണ് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം പലർക്കും ഉണ്ടായിരുന്നത്. അപ്പോഴും അതില്ലാത്ത നിരവധി മനുഷ്യർ ഉണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ NP വിനയകുമാർ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് A സോമൻ സ്വാഗതം പറഞ്ഞു. ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. ഓണക്കൊടി വിൽപ്പന അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറും നിർവഹിച്ചു. ഡോക്ടർ മുഹമ്മദ് കുട്ടി, CM നീലകണ്ഠൻ, അജയൻ മാസ്റ്റർ, VT ശോഭന തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. VP സതീദേവി നന്ദി പറഞ്ഞു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്ത സെപ്റ്റംബർ 13 വരെയാണ് പ്രവർത്തിക്കുക. ഓണച്ചന്തയിൽ 27 ഇനങ്ങളുള്ള ഓണക്കിറ്റിന് 1730 രൂപയാണ് വില. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഒറ്റപ്പാലം വരോടുള്ള ട്രസ്റ്റ് ഓഫീസിലും വാടാനംകുറിശി മേനോൻ കോമ്പൗണ്ടിലുമാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. വാടാനംകുറിശിയിൽ നടന്ന ഓണക്കിറ്റ് വിതരണം C ശ്രീലത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. M രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബേബി ഉഷ സ്വാഗതം പറഞ്ഞു. TM ഗോപികൃഷ്ണൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, അസീസ്, P വിജയൻ, AT രമേശ്, N അയൂബ്, രാജീവ്, അഭിലാഷ്, മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വരോടുള്ള അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിലും വാടാനംകുറിശിയിലുമായി 165 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് വയോധികൻ ട്രെയിൻ തട്ടി മരിച്ചു. കാരക്കാട് ഒറവമ്പാടത്ത് വീട്ടിലെ 71 വയസ്സുള്ള ശിവശങ്കരനാണ് കാരക്കാട് ക്യാബിന് സമീപം വെച്ച് ട്രെയിൻ തട്ടി മരിച്ചത്. ക്ഷീരസംഘത്തിൽ പാലളന്ന് മടങ്ങവേ ശിവശങ്കരനെ പാലരുവി എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. കേൾവിക്കുറവുള്ളതിനാൽ ട്രെയിൻ വരുന്നത് അറിഞ്ഞിട്ടുണ്ടാകില്ലെന്നും ഇതാകാം അപകട കാരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഭാര്യ ഇന്ദിര, മക്കൾ സത്യഭാമ, പരേതനായ സുനിൽ, മരുമകൻ ബിന്നി. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടവി സമുദായ സാംസ്കാരിക സമിതി കോട്ടായി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. VSSS കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ തളൂർ ഉദ്ഘാടനം ചെയ്തു. R രാധാകൃഷ്ണൻ കുത്തന്നൂർ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ കോട്ടായി സ്വാഗതം പറഞ്ഞു. K സുനിത, രാമദാസ്, M മണികണ്ഠൻ, സുജാത സുകുമാരൻ, വിജയം, സുജാത കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. വടവു സമുദായത്തിന് OEC പദവിയും സർക്കാർ സർവീസിൽ 1% സംവരണവും ഒരു എയ്ഡഡ് സ്ഥാപനവും അനുവദിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അദാലത്തുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MB രാജേഷ്. തൃശൂരിൽ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്ന മുന്തിയ കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് അധികൃതർ. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിതശൈലി തിരിച്ചുപിടിക്കാൻ കഴിയണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ.
പാലക്കാട് ആയുർവേദ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്. ജീവിതശൈലീ രോഗങ്ങളെ തടയാൻ ആയുർവേദം ഏറെ ഫലപ്രദമാണെന്നും കെ ബിനുമോൾ. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗം. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഓർച്ചാർഡ് നവീകരണത്തിന്റെ DPR തയ്യാറാക്കി വരികയാണെന്ന് MLA. കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുക ലക്ഷ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.